മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് കൂടെയുള്ളത് ദീനസേവന സഭയുടെ വൈസ് ജനറാളും ഈ സഭയുടെ സ്ഥാപകയായ മദർ പേത്രയുടെ നാമകരണ നടപടികളുടെ കണ്ണൂർ രൂപതാതല പോസ്റ്റേറ്ററുമായ സിസ്റ്റർ വന്ദനയാണ്. സിസ്റ്റർ വന്ദന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇടശ്ശേരി തടത്തിൽ ഉലഹന്നാൻ അന്നക്കുട്ടി ദമ്പതികളുടെ 9 മക്കളിൽ മൂത്ത മകളായ സിസ്റ്റർ വന്ദന DSS തലശ്ശേരി രൂപതയിലെ കരിക്കോട്ടക്കരി സെയിന്റ് തോമസ് സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും യടൂർ സെയിന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്ന് SSLC പഠനവും വിജയകരമായി പൂർത്തിയാക്കി. തുടർന്ന് ഹിന്ദി വിദ്വാൻ പഠനത്തിനു ശേഷം സ്വന്തം ഇടവകയിലെ സ്കൂളിൽ അധ്യാപന ജോലി ലഭിച്ചെങ്കിലും അത് സ്വീകരിക്കാതെ കുഞ്ഞുനാളിൽ തന്നെ ഒരു സന്യാസ മിഷണറിയാകണമെന്ന ആഗ്രഹം ഹൃദയത്തിൽ സൂക്ഷിച്ച സിസ്റ്റർ വന്ദന സന്യാസ ജീവിതം നയിക്കാനുള്ള ആഗ്രഹത്തോടെ ദീനദാസി മദർ പേത്ര സ്ഥാപിച്ച ദീനസേവന സഭയിൽ ചേർന്നു. സാധുജന സേവനത്തിനായി ജീവിതമർപ്പിച്ച സിസ്റ്ററിന്റെ ദൈവാനുഭവങ്ങളിലൂടെ നമുക്ക് വീണ്ടും കടന്നുപോകാം. പിന്നീട് ഇവിടെ കോൺവെന്റിൽ വന്നതിന് ശേഷം പഠിക്കാൻ പോവുകയാണ് ചെയ്തത്. ഞാൻ കോൺവെന്റിൽ വന്ന് ആദ്യം എനിക്ക് ഓർഫനേജിലാണ് ഡ്യൂട്ടി കിട്ടിയത്. കുഞ്ഞുമക്കളെ നോക്കാനായിട്ട് 2.5 മാസം ഞാൻ നോക്കി. ശരിക്കും അവരെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കൊച്ചു പിള്ളേരുടെ നാപ്കിനൊന്നും, കാര്യം ഞങ്ങൾ ഇത്ര കുട്ടികളുണ്ടെങ്കിലും ഒരു നാപ്കിൻ പോലും അമ്മച്ചി അലക്കിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു മുറി നിറയും കുട്ടികൾ കിടക്കുന്നു, അവരുടെ നാപ്കിനെല്ലാം ഇങ്ങനെ കൂട്ടി വയ്ക്കുമായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ക്യാമ്പിന് വരുന്നവരെ കൊണ്ടാണ് അലക്കുക. പിന്നെ ഡ്യൂട്ടി കിട്ടിയപ്പം തീർച്ചയായിട്ടും വരുന്ന ക്യാമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ പോകണമല്ലോ. അങ്ങനെ അപ്പം പിന്നെ തെങ്ങിച്ചോട്ടി ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും കാണാതെയാണ് ഛർദ്ദിക്കുന്നത്. എന്നാലും ഞാൻ വിചാരിക്കും മദർപേത്ര വരുമ്പോൾ ആ ഓർഫനേജിൽ മെൻ്റലി റിട്ടാർഡ് മന്ദബുദ്ധികളായിട്ടുള്ള 2 കൊച്ചുകുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ കാണാതെ എങ്ങനെ ശ്രദ്ധ വിട്ടുപോയി പെട്ടെന്ന് ഇങ്ങനെ മോഷണമൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അമ്മ വന്നിട്ട് ചെയ്യുന്നത് അവരെ ആദ്യം എടുത്ത് ആ വൃത്തികേടോട് കൂടിയിട്ട് എടുത്ത് ഉമ്മ വെച്ച് അതിന് ശേഷമാണ് അതൊക്കെ മാറ്റുന്നത്. അമ്മയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മ കുട്ടികൾ കരയുന്ന ഒച്ച കേട്ടിട്ട് ബാത്റൂമിൽ കുഞ്ഞുങ്ങളാരെങ്കിലും ഏറ്റുപോയതാണോ, അപ്പം കുറച്ച് നടക്കാറായ കുട്ടികളൊക്കെ ഉണ്ട്, അന്നോർത്ത് കാലിൽ ചെരുപ്പില്ലല്ലോ, തെന്നി വീണു, കൈ ഒടിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് കോളേജ് അഡ്മിഷൻ കിട്ടുന്നത്. കോളേജിൽ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2.5 മാസം കഴിഞ്ഞപ്പോൾ കോളേജിൽ പോകാൻ തുടങ്ങി. വടക്കൻ കേരളത്തിലെ അശരണരായ നിരവധി ആളുകൾക്ക് പ്രതീക്ഷയും സന്തോഷവും നൽകി സ്നേഹത്തണലായി വർത്തിച്ച ദീനദാസി മദർ പേത്രയിൽ നിന്നും ചൈതന്യം ഉൾക്കൊണ്ട് സിസ്റ്റർ വന്ദനയും തന്റെ ജീവിതം സാധുജന സേവനത്തിനായി വിട്ടുകൊടുത്തു. അനാഥമാക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് അമ്മയായി മാറുവാനും ഈ സഹോദരിക്ക് കഴിയുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി പാവങ്ങളെ സ്നേഹിച്ച മദർ പേത്രയുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചതുകൊണ്ടാണ്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന തിരുവചനത്തോടുള്ള നിരന്തരവും പ്രവർത്തനപരവുമായ ഒരു ഉത്തരം കൂടിയാണ് ഇവിടുത്തെ ശുശ്രൂഷകൾ. ദൈവത്തെ ശുശ്രൂഷിക്കാനും അവിടുത്തെ രാജ്യത്തിനു വേണ്ടി ജോലി ചെയ്യാനുമുള്ള ഭാഗ്യമാണ് സന്യാസ ജീവിതത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതിനെ ഏറ്റവും വലിയ ഭാഗ്യമായി കാണാനുള്ള കഴിവ് നേടുക എന്ന മദർ പേത്രയുടെ വാക്കുകൾക്കുള്ള ഉത്തരമായിരുന്നു സിസ്റ്റർ വന്ദനയുടെ സന്യാസ ജീവിതം. മദർ പേത്രയുടെ കബറിടത്തിനു മുൻപിൽ നിൽക്കുമ്പോൾ പാവപ്പെട്ടവർക്കു വേണ്ടി സഹിക്കുന്ന കുരിശിലെ യേശുവിൻ്റെ മുഖവും സമർപ്പണ ജീവിതയാത്രയിൽ സംരക്ഷണവും പ്രദാനം ചെയ്യുന്ന
സക്രാരിയിലെ യേശുവിൻ്റെ സാന്നിധ്യവും അനുഭവിച്ചറിയാൻ സിസ്റ്റർക്ക് സാധിക്കുന്നു. ഇതിലൂടെ യേശു കേന്ദ്രീകൃതമായി സഭാ ശുശ്രൂഷകൾക്കായി സാധുജന സേവനം ലക്ഷ്യമാക്കുവാനും ഇവർക്ക് കഴിയുന്നു. പഠന കാലഘട്ടം നല്ല സന്തോഷമുള്ളതായിരുന്നു. പഠന കാലഘട്ടം സന്തോഷം തന്നെയായിരുന്നു. നല്ല ഹാർഡ് വർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആ കാലത്തിലെ മദറിൻ്റെ കാര്യക്ഷമനുസരിച്ച് കഠിനാധ്വാനം, പിന്നെ അതുപോലെ തന്നെ ദരിദ്ര ജനസേവനം, ദാരിദ്ര്യരൂപി, ലളിത ജീവിതം, ഈ 3 എണ്ണമാണ് നമ്മുടെ ദീനസേവന സഭ പടുത്തുയർത്താനായിട്ട് മദർ കണ്ടിരിക്കുന്ന 3 സ്തൂപങ്ങൾ. അപ്പോൾ നന്നായിട്ട് അധ്വാനിക്കണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ. അപ്പം ഞങ്ങൾ പഠിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ആനുകൂല്യമൊന്നും ഞങ്ങൾക്ക് കിട്ടുകയില്ലായിരുന്നു. അപ്പോൾ ആനുകൂല്യം തന്നാൽ മറ്റുള്ള സിസ്റ്റേഴ്സ് പഠിക്കാൻ പോകാത്തവരുണ്ടല്ലോ, അതാണ് ക്വാളിറ്റി കീപ്പപ്പ് ചെയ്യാനായിട്ട് നോക്കും. അപ്പം ഞങ്ങളെ വിടുമ്പോൾ ഞങ്ങൾക്ക് അവധി കിട്ടുമ്പോഴേ സമരമായിട്ട് വരുമ്പോഴൊക്കെ ഞങ്ങളോട് ഫാമിൽ പോകാൻ പറയും, കൗശിറ്റി പോകാൻ പറയും, കിച്ചണിൽ വരാൻ പറയും. അങ്ങനെ ഹാർഡായിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ഈവൻ ടോയ്ലറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ അതിൽ ടോയ്ലറ്റിൽ വെള്ളം പോലും കോരാനായിട്ട് ഞങ്ങൾ നിന്നിട്ടുണ്ട്. പഠിക്കുന്ന സ്റ്റുഡൻസിനെയാണ് മദറായി നിർത്തുക. മറ്റുള്ളവർ രാവിലെ തുടങ്ങി കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ട്. പഠന കാലഘട്ടങ്ങളിലും ഹാർഡ് വർക്കായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പഠനത്തിൽ വിജയം വരിക്കാൻ കഴിഞ്ഞോ? ഹാർഡ് വർക്കിൻ്റെ പേരിലല്ല, പക്ഷേ പഠനത്തിൽ വിജയം വരിച്ചില്ല, ഫെയിലായി. ഞങ്ങളുടെ റിസൾട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2 കോളേജിലായിട്ടാണ് സിസ്റ്റേഴ്സ് പഠിച്ചിരുന്നത്. ഏകദേശം ഒരു 10-15 പേര് പഠിച്ചിരുന്നു. തളിപ്പറമ്പ് സസൈദ് കോളേജും അതുപോലെ പയ്യന്നൂർ കോളേജും. അത് പയ്യന്നൂർ കോളേജിൽ പഠിച്ചവരെല്ലാവരും തന്നെ തോറ്റുപോയി. സർസൈദ് കോളേജിൽ പഠിച്ചവരെല്ലാവരും ജയിച്ചു. ഞങ്ങൾ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ മദൻ്റെ ഘട്ടിൽ ഞങ്ങൾ എവിടെ പോയാലും മദപേദ്രയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ഇന്നടത്ത് പോവുകയാണ് എന്ന് പറഞ്ഞൊരു ബ്ലെസ്സിങ് മേടിച്ചിട്ടേ പോവുള്ളൂ. അപ്പം ഞങ്ങൾ റിസൾട്ട് അറിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മദറിൻ്റെ അടുത്ത് പോയി യാത്ര പറയാൻ പോയപ്പോൾ ബ്ലെസ്സിങ് തന്നുകൊണ്ട് പറഞ്ഞു മദർ, കം ഇൻ ഈക്വൽ മൈൻഡ്സ് എന്ന് പറഞ്ഞു. ഈക്വൽ മൈൻഡ്സിൽ വരണം എന്ന് മദർ ഏതാണ്ട് ഒരു പ്രോഫസി, ഒരു പ്രവാചകയെ പോലെ പറഞ്ഞതുപോലെ എനിക്കന്ന് തിരിച്ചു വന്നപ്പം തോന്നി. ഈക്വൽ മൈൻഡ്, ഒരു കോളേജുകാർ ജയിച്ചു, ഒരു കോളേജുകാർ തോറ്റു. ഈക്വലാണ്. അവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ജയിച്ചിരുന്ന ഈക്വൽ മൈൻഡ് ആകുകയില്ലായിരുന്നു ശരിക്കും. ഇനി മദറിൻ്റെ ഇക്വാലിറ്റിയെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ ഈ റിസൾട്ട് അറിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജയിച്ചവരാണ് ആദ്യം മദറിൻ്റെ അടുത്ത് എത്തുന്നത്. ഞങ്ങൾ പയ്യന്നൂരിൽ നിന്ന് പിന്നെ ഞങ്ങൾ താമസിച്ചു പഠിച്ചിരുന്നത് പിലാത്രയാണ്. ആ പിലാത്ര കയറി ഒരു കരയോഗമൊക്കെ നടത്തി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പട്ടുവത്തേക്ക് എത്തുന്നത്. അപ്പോൾ പട്ടുവത്ത് എത്തുമ്പോഴത്തേക്ക് മദർ ഒരു അത്യാഹ്ലാദമൊന്നും കാണിച്ചില്ല ഈ ജയിച്ചവരെ കണ്ടിട്ട്. അവർ ഓക്കെ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അതിനുശേഷം ഞങ്ങളെത്തുന്നു, നോക്കി കിടക്കുക. അപ്പോൾ ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എങ്ങനെ മദറിനെ ഫേസ് ചെയ്യുമെന്നുള്ള ദുഃഖഭാരത്തിൽ കുഞ്ഞാണ് വരുന്നത്. അപ്പം മദറിൻ്റെ ഹട്ട് വരെ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കമ്പാനിയൻസ് ഉണ്ടായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. മറ്റവരെല്ലാം വിഷമം കൊണ്ട് നേരെ റൂമിലേക്ക് പോയി. എന്നിട്ട് അസിസ്റ്റൻ്റ് സുപ്പീരിയർ സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ എലിസബത്ത്. സിസ്റ്റർ കുഞ്ഞെ, ഞങ്ങളെയൊക്കെ കുഞ്ഞെ എന്നേ വിളിക്കത്തുള്ളൂ, കുഞ്ഞെ ഇങ്ങോട്ട് വാ. അപ്പോൾ എല്ലാവരും അറിഞ്ഞു ഞങ്ങളുടെ റിസൾട്ട്. അതുകൊണ്ടാണ് കുഞ്ഞെ ഇങ്ങോട്ട് വാ, മദറിൻ്റെ അടുത്തോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ താങ്ങി പിടിച്ച്. അപ്പോൾ ഒരു അമ്മയുടെ സ്നേഹം പോലെ എനിക്ക് ആ സിസ്റ്റർ താങ്ങി പിടിച്ചുകൊണ്ട് മദപേദ്രയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ മദറൊന്നും ചോദിച്ചില്ല, നീ എന്തുകൊണ്ട് തോറ്റെന്നോ എന്തുകൊണ്ട് പഠിച്ചില്ലേ എന്നൊന്നും ചോദിച്ചില്ല. എന്നിട്ട് പുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ഞാൻ മദറിന് അറിയത്തില്ലായിരിക്കും എന്ന് വിചാരിച്ച് ഒരു വോളിയം തന്നെ ഫിസിക്സിൻ്റെ 2 വോളിയത്തിലുണ്ട്, ഒറ്റ വോളിയത്തിൻ്റെ പുസ്തകമുണ്ട്. അപ്പം അങ്ങനെ 3 പുസ്തകവും ഞാൻ എടുത്തു കൊണ്ടുവന്ന് മദറിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുക. മദർ ജസ്റ്റ് ഇങ്ങനെ നിന്ന് ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ പഠിക്കണ്ട, യു നീഡ് നോട്ട് ടു സ്റ്റഡി ബട്ട് ടേൺ ഓവർ 90 പേജസ് എന്ന് പറഞ്ഞു. എന്നിട്ട് 1 മാസമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. എവിടെയെങ്കിലും പോയി നല്ല സ്ഥാനം നോക്കിയിട്ടിരിക്കുക, പള്ളി വന്ന് പ്രാർത്ഥിക്കുക, ഭക്ഷണത്തിന് വരിക, ഡ്യൂട്ടിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഇതായിട്ട് മദർ അങ്ങനെ വന്നു. അപ്പോൾ ഈ ജയിച്ചവരെ ബ്രാഞ്ച് എക്സ്പീരിയൻസിന്
കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസിന് പറഞ്ഞു വിടുകയും ചെയ്തു. ഈ പരീക്ഷ കഴിയുന്നവരെ ഞാനും മദർ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ എല്ലാ നേരവും പ്രാർത്ഥിക്കാൻ പോകും. തിരിച്ചു വരുമ്പം ഭക്ഷണത്തിന് വേണ്ടി പോകുന്ന മദറിൻ്റെ കട്ടിൻ്റെ മുന്നിൽ കൂടിയാണ്. അപ്പം ഞാൻ മദറിനെ നോക്കിക്കൊണ്ടേ പോകുള്ളൂ. അപ്പോൾ മദർ ഈ പട്ടിയെ ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് മദറിൻ്റെ റൂമിലോട്ട് വരും. പട്ടി ഒരു ഫേവറേറ്റ് പട്ടിയുണ്ട് മദറിന്. അപ്പോൾ മദർ ഇങ്ങനെ ആ വടി എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ എനിക്ക് ഈ ശരിക്കും ഒരു ബൂസ്റ്റ് കഴിക്കുന്നതിന് തുല്യമാണ്. മദർ ആ വടി പൊക്കിയില്ല, എനിക്ക് വിഷമം, ഇങ്ങനെ പൊക്കി കാണിക്കും എന്നെ. അപ്പോൾ എന്തോ ഒരു ഊർജം മദറിൽ നിന്ന് എനിക്ക് കിട്ടുക. എഴുന്നേറ്റ് കിടക്കുവാണ് മദർ, അന്ന് കിടപ്പ് രോഗി പോലെ കിടക്കുകയാണ്, കട്ടിലേ നിന്നൊന്നും എഴുന്നേറ്റ് വരാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഊർജ്ജം. അപ്പോൾ ഈ വടി കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കി പോകുന്നത്. പക്ഷേ രണ്ടാമത് എഴുതി പാസ്സായി, നല്ല മാർക്കോടെ തന്നെ പാസ്സായി. ഞങ്ങളെയും കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസിന് വിട്ടു. ആ വർഷം ആരെയും വിട്ടില്ല, തുടർന്ന് പഠിക്കാൻ വിട്ടില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അക്കാഡമിക്കൽ ഇയറിൽ ഞങ്ങളെല്ലാവരെയും തിരിച്ചു വിളിച്ച് ഡിഗ്രിക്ക് വിട്ടു. അപ്പം ഞങ്ങൾ കോഴിക്കോട് പ്രൊവിഡൻസിലാണ് വിട്ടത്. അവർ സർ-സയ്യിദിൽ തന്നെ തുടർന്നു മറ്റവരെ. ഡിഗ്രി പഠന കാലഘട്ടത്തെക്കുറിച്ച് അന്ന് എന്തെങ്കിലും പുണ്യപ്രവർത്തികളോ ഒക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞോ? ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുന്നവർ ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോടാണ് ഞാനൊക്കെ പഠിച്ചത്. ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ഈ ലെപ്രസി സർവേക്ക് പോകുന്ന സിസ്റ്റേഴ്സിനെ സഹായിക്കാൻ പോകണം, ഷോപ്പിങ്ങിനൊക്കെ പോകണം. അപ്പം ഞാൻ സർവേക്ക് പോയിട്ടുണ്ട്. സർവേക്ക് പോയ ആ സമയത്തൊക്കെ എൻ്റെ സീനിയർ സിസ്റ്ററിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ സർവേക്ക് പോയത്. അപ്പോൾ ഈ കുഷ്ഠരോഗികൾ അവരുടെ ദേഹത്തുള്ള വ്രണങ്ങൾ പഴുത്തൊലിച്ച് ഒരു ദുർഗന്ധവുമായിട്ട് ഇങ്ങനെ പോകുന്ന വഴി ഇങ്ങനെ വെള്ളം ഇറ്റു പോകുന്നത് കാണാം. നടക്കുന്ന വഴി അവർ പോയത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ സാധാരണക്കാർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. ഈ കടയിലുള്ള ഇരിക്കുന്നവരൊക്കെ ഷോപ്പിലൊക്കെ ഇരിക്കുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പകരുമോ എന്നുള്ള പേടിയുണ്ട്. അതുപോലെ തന്നെ ഒരു മണം സഹിക്കാൻ മേലാത്തത് കൊണ്ട്. അപ്പോൾ സിസ്റ്റേഴ്സിനോട് അവരെ നോക്കുന്ന സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, സിസ്റ്റേഴ്സ് നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും തരാം, അല്ലെങ്കിൽ അവരെ ഈ പുറത്തിങ്ങനെ തെണ്ടാൻ വിടരുത്. അത് നമ്മുടെ എന്തോ സ്വന്തം പോലെയാണ്, അവരെ തെണ്ടാൻ വിടരുതെന്ന് പറയും. പക്ഷേ കല്ലായി റോഡിൻ്റെ ആ തണൽ മരത്തിൻ്റെ ചുവട്ടിലാണ് വലിയൊരു സംഗമം. ഈ കുഷ്ഠരോഗികളെല്ലാവരും അവരുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അന്ന് വരുമ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഞങ്ങൾ സിസ്റ്റേഴ്സ് ഓരോ കടകളിൽ കൂടി പോകുമ്പോൾ 5 രൂപയൊക്കെ തരുന്നവരുണ്ട്, പിന്നെ 10 രൂപയിൽ കൂടുതൽ ആരും തന്നിട്ടില്ല. പിന്നെ ചിലരൊക്കെ, എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ളത് ഒരു മാന്യനായ ഒരു കച്ചവടക്കാരൻ, അയാൾ മുഖത്ത് പോലും നോക്കാതെ ഇങ്ങനെ തലയലക്കി ഒന്നുമില്ല ഇങ്ങനെ തലയലക്കി. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന സിസ്റ്റർ ജോസഫീന, പുള്ളിയോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഇതെന്താ ഇത്, അയാൾക്കൊന്ന് നോക്കിക്കൂടെ, മിനിമം തന്നായില്ലെന്നെങ്കിലും പറഞ്ഞുകൂടെ, നമ്മളെന്നെ ലെപ്പേഴ്സാണോ സിസ്റ്ററെ, അതൊക്കെ ഉണ്ടാകൂടോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സിസ്റ്റർ പോവുക. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ സീനിയർ സിസ്റ്ററാണ്. അപ്പം ഈ മദപ്പേത്ര ഈ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അവർക്ക് വേണ്ടി വെച്ച് കെട്ടി കൊടുത്തിരിക്കുന്നതും അവരുടെ മുറിവുകൾ കഴുകിയും ഒക്കെ അവരോടുള്ള കരുണ കാണിച്ചിട്ടുള്ള ഒരു കണ്ടിരിക്കുന്ന ഒരു സിസ്റ്ററാണ്. അപ്പം സിസ്റ്ററിന് അതേ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാവൂടോ, താനിങ്ങിപ്പോൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഇതേപ്പറ്റി പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഭിക്ഷ യാചിക്കാനായിട്ട് എനിക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഡിഗ്രി കാലഘട്ടത്തിൽ മദർ പേത്ര തന്ന പ്രോത്സാഹനത്തെക്കുറിച്ചൊന്ന് പറയാമോ? പറയാം. മദർ എപ്പോഴും ഉത്സുകയായിരുന്നു. മദറിന് ഒരു എയിമുണ്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിക്കുന്നതിന്. ഇന്നവരെ ഇന്നതാക്കണം അങ്ങനെയൊക്കെ. അത് പിന്നീടാണ് സെക്രട്ടറി സിസ്റ്റർ പറഞ്ഞാണ് അറിഞ്ഞത്. എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു മൃഗ ഡോക്ടർ ആകണമെന്നായിരുന്നു മദറിൻ്റെ ആഗ്രഹം. അപ്പോൾ കൗൾഷീട്ടിൽ പോയപ്പം എനിക്ക് റിയാക്ഷനായില്ലേ. അപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്നില്ലല്ലോ. അതിനാണ് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിപ്പിച്ചത്. പിന്നെ മദറിന് പിന്നെയും സഭയുടെ ആവശ്യമനുസരിച്ചാണല്ലോ ഇപ്പോൾ അതിന് പോയില്ലെങ്കിലും നേഴ്സിംഗൊക്കെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് മദർ അത് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ മദർ എപ്പോഴും നമ്മളുടെ പഠനം എങ്ങനെ പഠിക്കുന്നു എന്നൊക്കെ അറിയാനായിട്ടുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്വേഷിക്കുകയും ചെയ്യായിരുന്നു. സിസ്റ്റേഴ്സിനോട് വിട്ടിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഒരിക്കൽ
ഒരു നല്ല ഭാഗ്യമെന്ന് ഞാൻ പറയും. മദർ ക്രൈസ്റ്റ് സ്കൂളിൽ ധ്യാനിക്കാനായിട്ട് വന്നപ്പം ഞങ്ങൾ താമസിക്കുന്ന ഒരു കൊച്ചു കുടിലായിരുന്നു. കുടിലെന്ന് പറഞ്ഞാൽ അത് 5 സെൻറ്റ് സ്ഥലത്ത് 5 സെൻറ്റ് പോലും ഇല്ല, എല്ലാം കൂടെ 5 സെൻറ്റ് സ്ഥലം. അതിനകത്തൊരു ചെറിയ ആലപ്പര പോലത്തെ വരാം. ഞങ്ങൾ വാങ്ങിയതാണ്, അതുപോലെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതല്ല. അപ്പോൾ അവിടെ ആ വീട് കണ്ടിട്ടില്ല. അപ്പം മദറിനെ അതൊന്ന് കാണിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മദർ വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ, എടാ എന്തായാലും നമ്മുടെ ഈ കുടിലൊന്ന് കൊണ്ട് മദറിനെ കാണിക്കണം. അപ്പം മദറിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്ന് പറഞ്ഞു. മദർ പറഞ്ഞു, ഈ റിട്രീറ്റ് തീരുമ്പോൾ നിങ്ങൾ വന്നാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോകുമെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമായി. മദറിനെ കൊണ്ടുപോകാമല്ലോ, മദർ എന്താ അർത്ഥത്തിൽ കൊണ്ടുപോകുന്നത്, നടന്നു വരുമായിരിക്കും എന്നാണ്. പക്ഷെ മദറിന് നടക്കാൻ പറ്റില്ലായിരുന്നു. ധ്യാനത്തിന് അവരുടെ വണ്ടിക്കാണ് അച്ഛന്മാർ കൈ പിടിച്ച് ഇങ്ങനെ നടപ്പാതയാണ്, പിന്നെ മെയിൻ റോഡിൽ നിന്ന് നടപ്പാതയിൽ ഒരു 100 വാര നടക്കേണ്ടി വരും. അപ്പോൾ അവിടം വരെയും കൊണ്ടുവന്നാക്കി. അപ്പോൾ സുപ്പീരിയർ ചോദിച്ചു, ആരാണ് മദറിനെ കൊണ്ടുവരാൻ പോകുന്നത്? ഞാൻ ചാടി പറഞ്ഞു, ഞാൻ പോകാം. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററും വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടി വഴിയിൽ ചെന്നു. മദറിനെ എടുത്തിട്ട് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നത് പോലെയാണ് മദറിന് നടക്കാൻ പറ്റില്ല നടപ്പാതിൽ കൂടെ. അപ്പം ഞങ്ങളിങ്ങനെ കൈത്തണ്ടിൽ മദറിനെ തലക്കിലും കാക്കിലുമായിട്ട് അപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോരുമ്പോൾ സിങ്മ ഹല്ലേലൂയ എന്ന് അവൻ നോട്ട് എ ടൈം എന്ന് പറഞ്ഞു മദർ. ഞങ്ങൾ പറഞ്ഞു. അപ്പം ഹല്ലേലൂയ പാടെന്നാണ് പറയുന്നത്. മദറിനെപ്പോഴും ഇങ്ങനെ പാട്ടും അതുപോലെ തന്നെ ഒരു തമാശ, ഭയങ്കര ഹ്യൂമറാണ് മദർ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ എടുത്ത് ഈ അറക്കപ്പൊടിയുടെ അടുപ്പായിരുന്നു, നമുക്ക് വിറകടുപ്പൊന്നുമില്ല, അതിലാണ് തീ കത്തിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത്. പിന്നെ അത് സിസ്റ്റേഴ്സ് ചായ ഇടാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയി. പിന്നെ ഞാനും ഡിഗ്രിക്ക് പഠിക്കുന്ന മറ്റേ സിസ്റ്ററും ഞങ്ങൾ രണ്ടുപേരും അടുത്ത് മദർ ഒരു 10-15 മിനിറ്റ് നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, നിങ്ങൾക്ക് പഠനം നന്നായിട്ട് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രയാസമുണ്ടോ എടുത്തെടുത്ത് മദർ ചോദിച്ചു. ഒന്നുമില്ല മദറേ എന്ന് പറഞ്ഞു. അപ്പോൾ മദറിന് തലവേദന, നല്ല ശക്തമായ തലവേദനയുണ്ട് മദറിന്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പ്രശ്നവും സന്യാസ ജീവിതത്തിൽ ആ പഠനകാലത്ത് അവിടെ ഇല്ല എന്ന് കേട്ട മദർ ചോദിച്ചു. മദറിൻ്റെ ശ്രദ്ധ എന്നിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇഫ് യു ഫെയിൽ അഗെയിൻ യു ഹാവ് ടു ബ്രിങ് ബാക്ക് ദ മണി ഫ്രം ഇറ്റ് ഈസ് ദ മണി ഓഫ് ദ പുവർ പീപ്പിൾ. അതായത് നീ ഇനി തോറ്റുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ പഠിക്കുന്ന പൈസ പാവപ്പെട്ടവരുടെ പണമാണ്, അത് നീ തെണ്ടി തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പം മദർ ഞാനൊന്ന് പ്രീ ഡിഗ്രിക്ക് തോറ്റുപോയല്ലോ, അതുകൊണ്ട് തോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നോട് തന്നെ പറയുന്നൊരു വാചകമായിട്ട് എനിക്ക് തന്നെ യെസ് മദർ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനങ്ങനെ പറഞ്ഞെങ്കിലും അത് അവസാനത്തെ ഒരു വാക്കായിട്ട് അല്ലെങ്കിൽ ഒരു നിർദ്ദേശമായിട്ട് തീരും എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അതിനുശേഷം മദറിൻ്റെ ബോഡിയാണ് ഞാൻ കാണുന്നത്. കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് മദറിൻ്റെ ഡെത്ത് വരുന്നത്. മദർ മരിച്ചു, വാഹനാപകടത്തിൽപ്പെട്ട് മദർ മരിക്കുന്നത്. അപ്പം മദർ മരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ദുഃഖം മുഴുവനും ഇനി ഞാൻ തോറ്റു പോകുകയാണെങ്കിൽ ഞാൻ തെണ്ടി കൊണ്ടുവന്ന് ഈ പൈസ കൊടുക്കേണ്ടത് വരുമോ എന്നുള്ള ഒരൊറ്റ മദറെ എന്ന് വിളിച്ചിട്ട് ഞാൻ കരയുന്നത് മുഴുവൻ അതാണ്. അങ്ങനെ അപ്പോൾ എനിക്ക് തെണ്ടുന്ന കാര്യത്തിലല്ലേ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചെറുപ്പം മുതലേ നമ്മളങ്ങനെ ആരോടും ചോദിച്ചു വാങ്ങിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും തരുന്നത് മേടിക്കാനൊന്നും അങ്ങനെ അനുവദിച്ചിരുന്നുമില്ല. നമുക്കുണ്ട്, വീട്ടിൽ നിന്ന് കൊടുക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരു വലിയ പ്രശ്നമായിരുന്നു അതിങ്ങനെ കൈ നീട്ടി മേടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെ തോൽക്കാതിരിക്കണം എന്നെനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. പഠിച്ച് ക്ലാസ്സോടുകൂടി മറ്റേ സിസ്റ്ററിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, എനിക്ക് സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പഠനം കഴിഞ്ഞു. മദറിൻ്റെ ആ ഒരു വാക്ക് എനിക്ക് എപ്പോഴും, ഞാൻ അതിന് ശേഷം പഠിച്ചു കഴിഞ്ഞിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദിസ് ഈസ് ദ മണി ഓഫ് ദ പുവർ പീപ്പിൾ എന്നുള്ള ആ ഒരു സ്വരം എൻ്റെ മനസ്സിൽ എപ്പോഴും കേൾക്കും. നീ ചിലവഴിക്കുന്ന സമയവും അതുപോലെ തന്നെ
പൈസയും ഇടപാടുകളെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് എന്നെ പഠിപ്പിച്ചെങ്കിൽ അത് പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാനാണ് എന്നുള്ള വലിയൊരു ബോധ്യം എനിക്ക് മദറിൻ്റെ അവസാനത്തെ വാക്കായതുകൊണ്ട് എനിക്കത് പാലിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ഒരു ബോധ്യമുണ്ട്. മദറിൻ്റെ മരണശേഷം സഭയുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയൊക്കെ പങ്കാളിയാകാൻ കഴിഞ്ഞു? മദറിൻ്റെ മരണശേഷം വീണ്ടും കോളേജിലേക്ക് പോവുകയാണ് ചെയ്തത്. കോളേജ് പഠനം പൂർത്തിയായി, റിസൾട്ട് വന്നു. ഞങ്ങളുടെ നല്ലൊരു റിസൾട്ടായിരുന്നു. ആദ്യത്തെ റിസൾട്ട് എല്ലാവരും പാസ്സായി, ക്ലാസ്സോടുകൂടി പാസ്സായി. അപ്പം അന്ന് പായസമൊക്കെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓടി വന്ന് ഈ കല്ലറയിൽ വന്ന് എനിക്കുള്ള പായസം ഒരു ഗ്ലാസ് കപ്പിനകത്തെടുത്ത് എന്നെ അന്വേഷിച്ച് നടന്നപ്പോൾ ഞാനിവിടെ വന്ന് പൊട്ടിക്കരയുമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്കറിയില്ല, മദറിൻ്റെ കൃപ കൊണ്ട് തന്നെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് മദർ എന്നുള്ളത് ഞാനെല്ലാം തുറന്ന് മദറിനോടായിരുന്നു പറയുന്നത്. ഒരു ഇൻ്റർവ്യൂ പോലെ മദറിനോട് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ പഠനത്തിൽ വിഷമം വരികയാണെങ്കിൽ ഇതൊക്കെ ഞാൻ മദറിനോടാണ് പറയുന്നത്. മദർ അത് കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ ഈ കല്ലറയിൽ വന്ന് കെട്ടിപ്പിടിച്ച് കരയുക, താനിവിടെ വന്നിരുന്ന് കരയുവാണ്, എല്ലാവരും അവിടെ കിടന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് മുഖമൊക്കെ തുടച്ച് ഞാൻ അവിടെ ചെന്ന് പായസം കുടിച്ചു. ഇപ്പോൾ ഞാൻ ഈ കോളേജ് പഠനം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും നാളും പഠിക്കുമായിരുന്നല്ലോ. അപ്പോഴത്തേക്ക് മദറിൻ്റെ മരണശേഷം മദർ വില്ലിഗാർഡ് സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് ഇത്രയും നാളും പഠിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഈ 2 വർഷം മദർ വില്ലിഗാർഡുമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണുള്ളത്. അതുകൊണ്ട് ഇവരെ ബൈബിൾ ക്ലാസ് പഠിക്കാനായിട്ട് POCയിൽ വിടണം എന്ന് പറഞ്ഞ് ഞങ്ങളെ ബൈബിൾ ക്ലാസ്സിന് വിട്ടു. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷന് മുൻപായിട്ട് 1 വർഷത്തെ തിയോളജി പഠിക്കാനായിട്ട് വിട്ടു. ഞാൻ പഠിക്കാൻ പോയത് ഹൈദരാബാദിലാണ്. അപ്പം അതിന് മുൻപ് ഹൈദരാബാദിൽ പഠിക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് ഈ 5 വർഷവും ഇങ്ങനെ ഉറക്കമൊക്കെ കളച്ച് ഒത്തിരി ഈ സയൻസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒത്തിരി വരയ്ക്കാനും റെക്കോർഡ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയിലൊക്കെ വളരെ വൈകിയായിരിക്കും കിടന്നുറങ്ങുന്നത്. അപ്പോൾ എന്നെ ഏതായാലും പഠിക്കാൻ പോകുന്നിടത്ത് ബൈബിള് വായിക്കാൻ പഠിക്കുക, അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉറങ്ങുക, ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബൈബിൾ നമുക്ക് കേൾക്കാനും പഠിക്കാനും ഉറങ്ങാനും ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പഠനം പൂർത്തിയാക്കി ഇവിടെ വന്നു. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ആണ് എന്നെ ബ്രാഞ്ച് എക്സ്പീരിയൻസിന് വിട്ടു. അപ്പോൾ 2 മാസക്കാലത്തേക്കേ വിട്ടുള്ളൂ. 2 മാസത്തേക്ക് ഇടക്കോം ബ്രാഞ്ചിലേക്ക് വിട്ടു. അവിടെ തിരിച്ച് എന്നെ വിളിക്കുകയാണ്, ഒരു ചാപ്റ്റർ മീറ്റിംഗ് നടക്കുന്നുണ്ട്, ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വന്നു. അപ്പോൾ എന്നെ ഫോർമേഷൻ്റെ ചാർജായിട്ട്, അതായത് ആസ്പിരൻസിയിലേക്കും പോസ്റ്റ്ലൻസിയിലേക്കും വരുന്ന കുട്ടികളെ നോക്കാനായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ആ മീറ്റിങ്ങിൽ വെച്ച് തരികയാണ് എനിക്ക്. 80കളിൽ ആണ് തോന്നുന്നു, അതെ. എന്നിട്ട് എനിക്ക് ഒരു പരിചയമില്ലാഞ്ഞിട്ടും എന്നെ എന്താണ് ഈ 2 ചാർജ് ഏൽപ്പിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അതുവരെയൊക്കെ ഓരോന്നോരോന്നാണ് എല്ലാവർക്കും കൊടുത്തിരുന്നത്. അപ്പം പള്ളിയിലെ ഡ്യൂട്ടി, ഈ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നു. മതപേത്രയുടെ സർക്കുലറാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. മതപേത്ര ഇപ്പോൾ 7 വർഷമായിപ്പം മരിച്ചുവെങ്കിലും ഒരു 70 വർഷത്തെ സമ്പത്ത് തന്നിട്ടാണ് അവർ ഈ ലോകത്തുനിന്ന് പോകുന്നത്. അത്രയും ഡീപ്പ് കോൺക്രീറ്റ് ആയിട്ടുള്ള സോളിഡ് സ്പിരിച്വാലിറ്റി ഞങ്ങൾക്ക് മദറിനറിയാമായിരുന്നു. മദർ അധിക നാൾ ജീവിക്കില്ല എന്നുള്ളത്, ഈ അസുഖമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്. പശ്ചിമ ജർമ്മനിയിലെ മ്യൂൺസ്റ്ററിൽ ബെർണാഡ് പൗള ദമ്പതികളുടെ 3ാമത്തെ മകളായി ജനിച്ച പൗള കാതറിൻ കുഞ്ഞുനാളിൽ തന്നെ ദൈവഭക്തിയിൽ വളർന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കൊടും ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ജർമ്മനി കരകയറിയെങ്കിലും സുഖലോലുപതയിലും ആഡംബര ജീവിതക്രമങ്ങളിലും മനസ്സുടക്കാതെ 1946 പൗള കാതറിൻ ഉർസുലേൻ കോൺവെന്റിൽ ഒരർത്ഥിനിയായി ചേർന്നു. 1957
സന്യാസ വ്രതവാഗ്ദാനം നടത്തി മരിയ പേത്ര എന്ന പേര് സ്വീകരിച്ചു. ഉർസുലേൻ സന്യാസ സഭയിൽ അധ്യാപികയായി ജോലി ചെയ്തിരുന്ന സിസ്റ്റർ പേത്രയുടെ ഹൃദയത്തിൽ മുളയെടുത്ത ദീനാനുകമ്പ ദരിദ്ര സേവനത്തിനുള്ള തീഷ്ണതയായി ജ്വലിച്ചു. ദൈവത്തിൻ്റെ മക്കൾ വിശപ്പും ദാരിദ്ര്യവും കൊണ്ട് മരിക്കുന്ന ദൃശ്യത്തിനു മുൻപിൽ വിഭവസമൃദ്ധവും സ്വാദിഷ്ടവുമായ ഭക്ഷണം കഴിക്കുവാൻ സിസ്റ്റർ ലജ്ജിച്ചു. കുഷ്ഠരോഗത്താൽ മുഖം വികൃതമായും കൈവിരലുകൾ നഷ്ടപ്പെട്ടും കഴിയുന്നവരുടെ ചിത്രങ്ങൾ, അവികസിത രാജ്യങ്ങളിലെ വിശപ്പിൻ്റെയും പട്ടിണിയുടെയും വാർത്തകളടങ്ങിയ ദൃശ്യങ്ങൾ, അവിടെ പടരുന്ന സാംക്രമിക രോഗങ്ങളുടെ വിവരണങ്ങൾ തുടങ്ങിയവ ഈ ഹൃദയത്തെ അസ്വസ്ഥമാക്കി. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ സേവനം ചെയ്യാനുള്ള ആഗ്രഹം മനസ്സിലുദിച്ച അവസരത്തിലാണ് കോട്ടയം രൂപതയിലെ തെള്ളകത്തുള്ള കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപികയായി ഒരാളെ വേണമെന്ന് ജർമ്മൻകാരനായ ഡോക്ടർ റോഡെ അറിയിക്കുന്നത്. അധികാരികളുടെ അനുവാദത്തോടെ 1966 ഇന്ത്യയിലെത്തി സിസ്റ്റർ പേത്ര അധ്യാപന ജോലി ഏറ്റെടുത്തു. ഒരവധിക്കാലത്ത് മൂന്നാറിലേക്കുള്ള യാത്രയിൽ ഒരു ധനവാന്റെ ബംഗ്ലാവിൽ കിട്ടിയ ആഡംബരപൂർണമായ സ്വീകരണത്തിന് നടുവിലും ആരാലും പരിചരിക്കപ്പെടാതെ പിടഞ്ഞു മരിക്കുന്ന ഇന്ത്യയിലെ ദരിദ്രരെക്കുറിച്ചുള്ള ഓർമ്മകളും കാഴ്ചകളും സിസ്റ്ററിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. എല്ലാം ഉപേക്ഷിക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന വിശുദ്ധ ഗ്രന്ഥവാക്യങ്ങളും വീണ്ടു വിചാരത്തിന് കാരണമായി. തനിക്കു ശേഷിച്ചിട്ടുള്ള ജീവിതകാലം മുഴുവൻ ഇന്ത്യയിലെ പാവപ്പെട്ടവർക്കു വേണ്ടി മാത്രം ചെലവഴിക്കണമെന്ന ദൃഢനിശ്ചയവുമായാണ് മൂന്നാറിൽ നിന്നും സിസ്റ്റർ തിരിച്ചെത്തിയത്. കുരിശുമല ആശ്രമത്തിലെ ഫാദർ ബീഡിന്റെ മാർഗദർശനങ്ങൾ സ്വീകരിച്ചും കോഴിക്കോട് രൂപതയിലെ ബിഷപ്പായിരുന്ന പത്രോണി പിതാവിന്റെ അനുവാദത്തോടെയും പുണ്യചരിതനായ സുക്കോളച്ചന്റെ സഹകരണത്തോടെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് പട്ടുവത്ത് ഭവനം പണിത് ഏതാനും യുവതികളുമായി തുടങ്ങിയ സന്യാസ സഭയാണ് ദീനസേവന സഭ. ലളിത ജീവിതം നയിച്ച് കഠിനാധ്വാനത്തിന്റെ മാർഗത്തിലൂടെ ദരിദ്ര ജനലക്ഷങ്ങളിൽ യേശുവിന്റെ പ്രതിരൂപം കണ്ടു ശുശ്രൂഷിച്ച മദർ പേത്രയുടെ ജീവിതത്തിൽ നിന്നും ചൈതന്യം ഉൾക്കൊണ്ട് സന്യാസ ജീവിതം ആരംഭിച്ച സിസ്റ്റർ വന്ദനയുടെ ജീവിതവും അതേ പാതയിൽ തുടരാൻ കാരണമായത് ഈ മാതൃകയാണ്. സന്യാസ ജീവിതയാത്രയിൽ ബുദ്ധിമുട്ടുകളേറിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തു മുന്നേറാൻ ശക്തി പകർന്നതും മദർ പേത്രയുടെ വ്യക്തിത്വത്തിന്റെ സ്വാധീനമായിരുന്നു. സിസ്റ്റർ വന്ദനയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. സഭയ്ക്കും സമൂഹത്തിനും ഏറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ദൈവിക ദാനമാണ് സിസ്റ്റർ വന്ദന എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. സിസ്റ്ററിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ദൈവിക ദാനങ്ങളും കഴിവുകളും സഭയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ദീനസേവന സഭാ സമൂഹത്തിൻ്റെ വിവിധങ്ങളായ ശുശ്രൂഷകൾ തന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ, പ്രത്യേകിച്ച് എത്ര ബുദ്ധിമുട്ടുള്ള ജോലികളാണെങ്കിലും വളരെ സന്തോഷത്തോടും സമർപ്പണ മനോഭാവത്തോടും കൂടെ സിസ്റ്റർ നിർവഹിക്കുന്നതായിട്ട് കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഈ മദർ പേത്രയുടെ കാനനൈസേഷൻ പ്രോസസ്സിൻ്റെ ഉത്തരവാദിത്വം സിസ്റ്ററിനെ ഏൽപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാരക്കുണ്ടിലുള്ള ഞങ്ങളുടെ ഡഫ് ആൻഡ് ഡംബ് സ്കൂളിൻ്റെ മാനേജറായിട്ടും സിസ്റ്ററിനെ ഏൽപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സിസ്റ്റർ അഡ്മിനിസ്ട്രേഷനിലും ഉത്തരവാദിത്വം ഉള്ള വ്യക്തിയാണ്. ഇതിങ്ങനെ പല വർക്ക് ലോഡ് ഉണ്ടായിട്ടും ഒരു പരാതിയും കൂടാതെ സിസ്റ്റർ തൻ്റെ കഴിവുകൾ വളരെ സമർപ്പണ മനോഭാവത്തോടെ ചെയ്ത് സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് നല്ല സന്തോഷത്തോടു കൂടി തന്നെ മദർ പേത്രയുടെ ആ ചൈതന്യവും സിദ്ധിയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വളരെ ചൈതന്യത്തോടെ എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. കൂടുതൽ ജീവിതാനുഭവങ്ങളുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.